നമസ്കാരം. നിലമ്പൂരില്ലാതെ കേരള രാഷ്ട്രീയത്തിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ചർച്ചകളൊന്നും ഉണ്ടാവാനിടയില്ല. നിലമ്പൂര് കണ്ടും കേട്ടും ചർച്ച ചെയ്തും സത്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചിന്താ പദ്ധതികളുള്ള ആളുകൾക്ക് ഒരുതരം മടുപ്പ് വന്നിരിക്കുന്നു. കാരണം ഓരോ ചാനലുകളും ഓരോ ദിവസം ഓരോ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നു, പിറ്റേ ദിവസം അവരെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ടുള്ള ഒരു ചർച്ചയും ഒരു മുന്നണിയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാർത്ത. സോഷ്യൽ മീഡിയ തരംഗം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്യുന്നതും അസ്തമിക്കുന്നതും സ്വാഭാവികമാണ്. എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഈ മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ ആരായിരിക്കും, BJP മത്സരിക്കാൻ ഇടയുണ്ടോ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ BJPക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാന്നിധ്യം ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വിജയസാധ്യതയുള്ള മുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ഒറ്റ വാക്കിൽ ശ്രീ രാജ്മോഹൻ ജിക്ക് പറയാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇദ്ദേഹമായിരിക്കും? ഒരിക്കലും പറയാൻ പറ്റില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഇലക്ഷനിലെ സ്ഥിതി എന്തായിരുന്നു? അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാണെന്ന് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മറ്റു പലരെയും അവിടെ സ്ഥാനാർത്ഥിയാകാൻ റെഡിയായിട്ട് വന്നു പലരും. അതിനെ അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നിങ്ങളൊരു അനലിറ്റിക്കൽ ആയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. കാരണം അന്ന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ: ഒഴിയുന്ന MLA എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിലിന്റെ വാക്കിനുള്ള മേൽക്കൈ. നമ്പർ 2, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റിന്റെ എന്ന് പറയാൻ പറ്റില്ല, VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ. നമ്പർ 3, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. 3 ഘടകങ്ങൾ കൂടി യോജിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റാർക്കും ഇല്ലാത്ത മേൽക്കൈയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ സാധിക്കില്ല? അങ്ങ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയുടെ പേര് പറയും. അല്ലല്ല, സ്ഥാനാർത്ഥിയുടെ പേര് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അതിനുള്ള ധൈര്യം അങ്ങക്കില്ല. ധൈര്യമില്ല. നമ്മുടെ കണക്ക് കൂട്ടല് ഒന്ന് ആലോചിച്ച് നോക്കുക. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് നമ്മളൊരു സ്ഥാനാർത്ഥി ആരാവണം എന്ന് പറയണ്ട, ആരായിരിക്കണം എന്ന് പറയാൻ പറ്റും. അത് ആരായിരിക്കണം എന്ന് പറയാം. ജോയി, ഞാൻ പറയും ജോയി ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ജോയി ഇതുവരെ രാഷ്ട്രീയത്തിന്റെ മറ്റ് കളികളിൽപ്പെട്ട് ഒരു ചീത്തപ്പേരുണ്ടാക്കാത്തയാളാണ്. ആര്യാടന് ചീത്തപ്പേരുണ്ടായിരുന്നു. ആര്യാടൻ ഇടതുപക്ഷത്തിന്റെ കൂടെ കൂടാൻ പോയ ആളാണ്, തന്നെ കൂടാൻ പോയ ആളാണ്, അല്ലെ കൂടിയ ആളാണ്. ആര്യാടൻ ഷൗക്കത്ത് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മേഖലയിൽ ആര്യാടൻ ഷൗക്കത്തില്ല. അത് മറക്കാൻ പാടില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരെന്നുള്ള അഭിപ്രായം പറയാം. മറിച്ച് ഇലക്ഷൻ വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ശശി തരൂർ വോട്ട് പിടിക്കും. തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ അത്രയും ആരെങ്കിലും ഒന്നും വർക്ക് ചെയ്യാത്ത ശശി തരൂർ അവരെക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുന്ന കാൻഡിഡേറ്റാണ്. അതുപോലെ ആര്യാടൻ ഷൗക്കത്തിന് ചിലപ്പോൾ ആ ഗുണം ഉണ്ടായേക്കാം. പിന്നെ രണ്ടാമത്, ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തുമ്പോൾ അല്ലെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരു കമ്മ്യൂണൽ ഇതിനിൽ നിന്നും ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും മാറി കോൺഗ്രസിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം കൂടിയാണ് അത്. ജോയിയുടെ സ്ഥാനാർത്ഥി അത് കോൺഗ്രസ് നേതാക്കന്മാർ അവസരം ഉപയോഗിക്കുമെന്ന് അറിയില്ല. ബെസ്റ്റ് ചാൻസ് ആണ് അവർക്ക്. അപ്പൊ ഇപ്പം നമ്മളാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളായി നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നിരിക്കുകയിൽ ഒരു ഹൈക്കമാൻഡിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ താങ്കൾ അതിനെ നിയോഗിച്ചാൽ സ്വാഭാവികമായി അങ്ങ് പറയാൻ വേണ്ടി പോകുന്ന പേര് ജോയിയുടെയാണ്. തീർച്ചയായിട്ടും. കാരണം 29,000-ഓളം വരുന്ന ക്രൈസ്തവ വോട്ടുകളുണ്ട് ഈ മണ്ഡലത്തിൽ എന്ന് പറയുന്നു, നമ്പർ 1. നമ്പർ 2, അൻവർ. അദ്ദേഹം ആരുമായി കൊള്ളട്ടെ കോൺഗ്രസിനെ വിമർശിച്ച ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാളെ അദ്ദേഹം വിമർശിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ഒരു കാലഘട്ടത്തിൽ നമുക്ക് നിശ്ചയദാർഢ്യത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോയിൽ അൻവറിൻ്റെ സ്വാധീനം സ്വാഭാവികമായും ഈ മുന്നണിക്ക് അനിവാര്യമാണ്. അൻവറിൻ്റെ പിന്തുണ ജോയിക്കാണ്. നമ്പർ 3, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ആദ്യത്തെ 3 DCC പ്രസിഡന്റുമാരിൽ എണ്ണപ്പെട്ട ഒരാളാണ് ശ്രീ പ്രവീൺ കുമാർ, ശ്രീ മുഹമ്മദ് ഷിയാസ്, അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ ജോയി മിടുക്കനായിരുന്നു. പിന്നെ 4ാമത്, ഏറ്റവും കൂടുതൽ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് പ്രവർത്തകന്മാർ ഒഴുകിയെത്തിയ ഒരു ജില്ല മലപ്പുറമാണ്. 4. 5ാമത്തത്, അദ്ദേഹം വെച്ചു പുലർത്തുന്ന ഒരുപാട് നല്ല അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള സദാചാരങ്ങൾ, ജനങ്ങളായിട്ടുള്ള ബന്ധം. പ്രത്യേകിച്ചിട്ട് ഇപ്പം അദ്ദേഹം ഇത്രയും വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് ശ്രീ VS അച്യുതാനന്ദനെതിരെ മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തു എന്നല്ലാതെ മറ്റൊരിക്കലും എനിക്ക് തോന്നുന്നു ജോയിക്ക് നല്ലൊരു അവസരം പാർട്ടി ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ കൊടുത്തിട്ടില്ല.
ഇത്രയും വർഷങ്ങളായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ശക്തിപ്പെടുത്താൻ നിൽക്കുന്ന ഒരാൾക്ക് മലപ്പുറത്ത് ഇന്ന സമുദായത്തിൽപ്പെട്ട ആൾ മത്സരിക്കണം എന്നതിനപ്പുറത്തേക്ക് ജോയിയെ മത്സരിപ്പിക്കാൻ ഒരു ഇടയുണ്ടായില്ല. അത് നമ്പർ 5. നമ്പർ 7, 6 എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ പിന്തുണ. അതായത് ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാൽ, നേതാക്കന്മാരുമായുള്ള ആത്മബന്ധം പരിശോധിച്ചാൽ, ഞാൻ ഉറപ്പായും പറയുന്നു ജോയ് വിൽ ബി ദ കാൻഡിഡേറ്റ്. അപ്പോൾ അങ്ങനെ ആവണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഞാനത് പറയുമ്പോഴും ജോയി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയുമ്പോഴും നമ്മുടെ KPCC നേതാക്കൾ ഒരുതരം ഭീരുത്വം എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. ശരിയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് അല്ല, രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് എന്തെല്ലാം നാടകങ്ങൾ നടന്നു, എന്തെല്ലാം പത്രങ്ങൾ എഴുതി. ഷാഫിയുടെ പിടിവാശി കൊണ്ടാണ് രാഹുൽ ആയെന്ന് വരെ പറഞ്ഞു, അല്ലേ? അപ്പം അങ്ങനെയുള്ള അവസരം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആരാ? ലീഡർഷിപ്പ് തന്നെയാണ്. ആ ലീഡർഷിപ്പിൻ്റെ ഇവിടെ ഒരു നിർണായക പ്രശ്നമുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വേണോ? ഇവരെ രണ്ടുപേരും അതാണ്, അവിടെയാണ് നേതൃത്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം നേതൃത്വം എനിക്ക് ഉള്ള ഒരു ആശങ്ക ഇതാണ്. ആശങ്കയല്ല, ഇപ്പം ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന മറ്റു പല ഘടകങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഒരു പാർട്ടിയെ സജ്ജീകരിച്ച് കൊണ്ടുപോകാൻ ഇടം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു കളയും. അങ്ങനെയാണെങ്കിൽ LDF ആരിപ്പറ്റ ജമീലയെ പോലെ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാതിൽ തുറന്ന് കാത്തു നിൽക്കുന്നു എന്ന വാർത്ത മറുഭാഗത്ത് നിൽക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ എന്താണ്, കൂടുതൽ സംയമനത്തോടെ ക്ഷമാശീലയോടെ അനുസരണയുള്ള കുട്ടിയാണ് ജോയി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അനുസരണ ഇല്ലാത്ത ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാൻ നേതൃത്വം തയ്യാറാകും. അങ്ങനെ തയ്യാറാകുമ്പോഴുണ്ടാവുന്ന അപകടം എന്താ? യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വൈമനസ്യമുണ്ട്, അല്ലെ? ഒരു ബ്ലാക്ക് മെയിലിംഗ്. ഇപ്പൊ ചില MP-മാർ അദ്ദേഹം പറയാറുണ്ട്, എനിക്കെതിരെ എന്താണ് നടപടിയെടുക്കാൻ ഒരു നേതൃത്വത്തിനും സാധിക്കില്ല, കാരണം അവരുടെയൊക്കെ ജാതകം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന MP-മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ ആക്കാം. പക്ഷെ ഇപ്പോഴും നമ്മളാണ് ഹൈക്കമാൻഡ് എങ്കിൽ, അല്ലെ? അത് അവിടെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ധൈര്യമായി അൻവറിനോടും ആദ്യം പറയണമായിരുന്നു. അൻവർ ഒരു മണ്ടത്തരം കാണിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് തീരുമാനിക്കുന്ന അവകാശം അൻവറിന് കിട്ടിയ പോലെ. പക്ഷെ അൻവർ പറഞ്ഞു എന്നുള്ളത് ഒരിക്കലും ഇനി ജോയ്ക്ക് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആകാൻ പാടില്ല. അൻവർ പറഞ്ഞു. രമേശിനെ പറ്റി, രമേശിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം രമേശ് ഡിസർവ് ചെയ്യുന്നതാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വകുപ്പായൊക്കെ ആവശ്യപ്പെടാം. പക്ഷെ മറിച്ചത് താക്കോൽ സ്ഥാനം ആവശ്യപ്പെട്ട സുകുമാരൻ നായരുടെ ഔദാര്യമായിട്ടത് വന്നു കഴിഞ്ഞപ്പോൾ രമേശിന്റെ പൊളിറ്റിക്കൽ ഇമേജ് താഴോട്ട് പോയി. അപ്പൊ അങ്ങനെ അതിന് രമേശ് ചെന്നിത്തല ഒരിക്കലും ഉത്തരവാദിയല്ല എന്ന് പറയാം. അല്ല, ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് അപ്പൊ രമേശ് പറയണമായിരുന്നു. അങ്ങനെ സമുദായത്തിന്റെ കെയർ ഓഫിൽ സുധീരൻ പറഞ്ഞിട്ടുണ്ട്, സമുദായത്തിന്റെ കെയർ ഓഫിൽ എനിക്ക് മന്ത്രിയാകണ്ട എന്ന് പറയാനുള്ള ആർജവം രമേശ് കാണിക്കാതെ പോയിടത്താണ് രമേശിന്റെ പരാജയം. ഇവിടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് ഇത്രയും സംഭവം ശരി, ആര്യാടൻ മുഹമ്മദ് ഒരു പോരാളിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ അടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടാണ് ഇവിടെ മത്സരം. മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് പിന്നീട് ഏറ്റവും യോജിച്ചു പോയ ആളാണ് ആര്യാടൻ ഷൗക്കത്തിന് യോജിച്ചു പോയ ആളാ. അപ്പോൾ ഇവിടെ CPM-ന് ആര്യാടനെ ഇങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ, 2 പ്രാവശ്യം ചോദിച്ചു, ആര്യാടനുമായി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ശിവസേനയുമായിട്ട് കൂട്ടുകൂടുന്ന NCP ഇവിടെ കൂടെ കൊണ്ടുനടക്കാം, CPM-നെ വരെ കൂടെ കൊണ്ടുനടക്കാം. ശിവസേനയായിട്ട് അവിടെ അലയൻസ്, കർണാടകത്തിൽ അവരുമായിട്ട് കൂട്ടുകൂടുന്ന, ജനതാദളുമായിട്ട് കൂട്ടുകൂടുന്ന, BJP ആയിട്ട് കൂടുന്ന ജനതാദളിൻ്റെ ആൾക്കാർ ഇവിടെ നമ്മൾ സഖ്യകക്ഷിയാക്കും. അപ്പോൾ ഇങ്ങനെ അത്ര എത്തിക്സ് പറഞ്ഞ് ഒരാളെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. സരിൻ എങ്ങനെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട്? സരിൻ എങ്ങനെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായി ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇവരിപ്പോഴും CPM പൊളിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവർക്ക് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എവിടെയെങ്കിലും വല്ല കാറ്റത്ത് വല്ല മരവും മാമ്പഴം വീഴുമെന്ന് നോക്കി കാത്തിരിക്കുകയാണ് അവർ. അത് ആർക്കും സാധിക്കും. എനിക്ക് നിങ്ങൾക്ക് മാമ്പഴം നൽകാതിരിക്കുന്നതാണ് കോൺഗ്രസിനെ മാമ്പഴം നൽകാതിരിക്കുന്നത്. അതാണ് CPM-ന് ഒരു സ്ഥാനാർത്ഥി എന്ത് ഇല്ലാതെ പോയത് ഇത്ര നാളായിട്ട് പറയാൻ പറ്റാത്തത്. സത്യത്തിൽ CPM-ന് ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുമോ? കാരണം ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ മീഡിയ മുഴുവൻ പിന്തുണച്ചു കൊണ്ടിരിക്കുന്നതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. എന്തേ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ശക്തിയില്ലാതെ പോകുന്നു? മാധ്യമങ്ങൾക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, CPM-നുള്ള ജനാധിപത്യ
സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി ആയിട്ട് സതീശ് എന്ന ആൾ വരുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതെ, ചില ചർച്ചകളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ക്രെഡൻഷ്യലാണ് സതീശിന് മിച്ചമുള്ളതെന്ന് ആർക്കും അറിയത്തില്ല. അതൊക്കെ ചില താല്പര്യങ്ങളുടെ പുറത്തുണ്ടാകുന്നതാണ്. അപ്പം അങ്ങനെ താല്പര്യങ്ങളുടെ പുറത്ത് ഇപ്പോൾ കണ്ണൂർ ചെന്നു, പിണറായി വിജയൻ ചെന്നു, നീ സെക്രട്ടറി, നീ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. കോൺഗ്രസ് അങ്ങനെ നീ സെക്രട്ടറി എന്ന് സതീശൻ പറഞ്ഞാലും സുധാകരൻ നീൻ്റെ പണി നോക്കണമെന്ന് ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരൻ പറയും. അതെ, നല്ലതോ ചീത്തയൊന്നും അറിയത്തില്ല. അത് ജനാധിപത്യ സ്വഭാവം കോൺഗ്രസിനുണ്ട്, CPM ഇല്ല. അതുകൊണ്ട് പത്രങ്ങൾക്ക് വാർത്തകൾക്ക് ആക്സസ് കൂടുതൽ കിട്ടുന്നത്, കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. അതെ, അപ്പൊ അതിന്റെ അർത്ഥം CPM സ്ഥാനാർത്ഥി ജനാധിപത്യത്തിൽ CPM സ്ഥാനാർത്ഥി ഇല്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ എന്തിന് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന ചോദ്യം CPM സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. അങ്ങനെയല്ലല്ലോ പതിവ് അല്ല. CPMന്റെ ഒരു രീതി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം, തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണെന്ന് ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ കോൺഗ്രസിൻ്റെത് ഇങ്ങനെ ഒരു വാതോരാത്ത വാർത്തയായി മാധ്യമങ്ങൾ നൽകുന്നു. അതിന് പലപ്പോഴും നേതാക്കന്മാർ ഈ ഗൺമൈക്കിന്റെ മുമ്പിൽ പ്രതികരിക്കുന്നു. CPMനെ സംബന്ധിച്ച് ഗൺമൈക്കും കൊണ്ട് പോകാനുള്ള ധൈര്യം പോലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ കാണിക്കുന്നില്ല. അതല്ലാതെ CPMനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. CPMന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് വിമതനാണ്. നമ്പർ 1 വിമതയോ. ഇപ്പൊ പുതിയതായിട്ടുള്ള ചില വാർത്തകൾ കോൺഗ്രസ് വിമതയിലേക്കും കൂടി അല്ലെ വിരൽ. അതിന്റെ അർത്ഥം കോൺഗ്രസിൽ നിന്നൊരു ഡ്രോപ്പ് ഔട്ട് വേണ്ടിയിരിക്കുന്നു. അവർ CPM ജയിച്ചിരുന്ന സിറ്റിംഗ് സീറ്റിൽ, അത് അൻവർ കാലം വരെ CPM ആണ് ജയിച്ചിരുന്നതെങ്കിൽ, CPM പിന്തുണയോടെ അൻവർ ജയിച്ചിരുന്നെങ്കിൽ ആ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിൽ നിന്നുള്ളൊരു ഡ്രോപ്പ് ഔട്ടിന് വേണ്ടിയിരിക്കുന്നു സ്ഥാനാർത്ഥിയാകാൻ. അതല്ല ഗതികേടായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താ അറിയോ, CPMനെ സംബന്ധിച്ചിട്ട് ഇടക്കാലത്ത് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ മുഖ്യധാരാ തെരഞ്ഞെടുപ്പിനെ ഒരു ഘട്ടത്തിലും സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്യുന്നില്ല. ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഒട്ടുമിക്കതും സർക്കാരിന് എതിരായി മാറും എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. മൂന്നാമത്തെ കാര്യം, അൻവറിനെ പോലുള്ള അധികായൻ CPMന്റെ പോർവഴികളെല്ലാം അവസാനിപ്പിച്ച് UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിനകത്തൊരു പടലപ്പിണക്കമുണ്ടാക്കി 10 വോട്ടുകൾ അധികം നേടാൻ സാധിച്ചാൽ അത് നേട്ടമാണ് എന്ന് ചിന്തിച്ചാൽ നമ്മൾ എന്തിനാ CPMനെ കുറ്റം പറയുന്നത്? അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇപ്പുറത്ത് എന്താണ് പറയുന്നത്, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനല്ലേ നമ്മൾ കുറ്റം പറയേണ്ടത്? എന്താ താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം നേരെ ജസ്റ്റ് വേറൊരു തർക്കം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ CPMന്റെ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ പറ്റാതെ വരുന്നത് കോൺഗ്രസിൽ നിന്നുള്ള ആളെ മാറ്റിയിട്ട് വോട്ട് കിട്ടാനാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അത്തരം പരീക്ഷണങ്ങളൊക്കെ അടുത്ത കാലത്തെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. KV തോമസിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? പരാജയപ്പെട്ടു. സരിൻ്റെത് അങ്ങനെ. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളെ മാറ്റി, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഘടനയും പഴയ ഘടനയായിട്ട് വ്യത്യാസമുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ നേതാക്കന്മാർക്ക് പാർശങ്കറായാലും CM സ്റ്റീഫൻ ആയാലും കരുണാകരനായാലും വയലാർ രവി ആയാലും ഉമ്മൻചാണ്ടി ആയാലും ജനങ്ങളുടെ പിന്തുണ, അവരുടെ ഒരു നിലപാടനുസരിച്ച് ജനങ്ങൾ കുറേ ജനങ്ങളെങ്കിലും മാറുമായിരുന്നു. കുറേ കോൺഗ്രസ് ഇന്ന് അങ്ങനത്തെ ഒരു നേതാവുണ്ടോ? KV തോമസ് പോയിട്ട് എന്നാ എഫക്റ്റ് ഉണ്ടായി? ഒന്നുമില്ല. നാളെ ഇപ്പം നിലനിൽക്കുന്ന, ഞാൻ പേര് പറയുന്നത്, ആര് പോയാലും വല്ല 10, 50, 500 പേര് കൂടെ പോകുന്നുള്ളതല്ലാതെ കോൺഗ്രസ് സംഘടനയ്ക്ക് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഈ ചർച്ച തീർച്ചയായിട്ടും ഈ ഉള്ളി തൊലിക്കുന്ന പോലെ നമ്മുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു തന്നെ സമൂഹത്തിൽ അവതരിപ്പിക്കണം. ഒളിച്ചും പാത്തല്ല കൊണ്ടുവരേണ്ടത്. ഇവൻ ആരാണെന്നറിയണം. ആ അറിവിനുള്ള അവസരം കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് ഇപ്പോഴേ കുറച്ചെങ്കിലും. നാളെ ഏതെങ്കിലും നാളെ സോണിയാഗാന്ധിയുടെ ഒരു എഴുത്തും പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവനാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നവരുണ്ട്, കേരളത്തിന്റെ വന്നവരുണ്ട്. അത് ഞാൻ അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്. അങ്ങനെ വന്നവരുണ്ട്, ഇവിടെയൊക്കെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഈ വന്നവര് അങ്ങനത്തെ ഒരു പാരമ്പര്യം മാറി. സ്ഥാനാർത്ഥികൾ ചർച്ച ചെയ്യട്ടെ, എന്തിനാ ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് പോലും നാട്ടുകാർ കേൾക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും മറ്റൊരു ചോദ്യം കൂടി അതിനകത്ത് ബാക്കിയുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ BJP ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഗിമിക് ഈ മണ്ഡലത്തിൽ കാണിക്കാൻ സാധ്യതയില്ല? ഒരു സാധ്യതയില്ല. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട 3 പാർട്ടികൾ, BJP നേതൃത്വം നൽകുന്ന NDA, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF, CPM നേതൃത്വം നൽകുന്ന LDF, ഈ 3 മുന്നണികളിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ വ്യക്തതയോടുകൂടി പറയാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് മാത്രമാണ്. അതിൽ നമ്പർ 1 ശ്രീ VK ജോയ്, നമ്പർ 2 ആര്യാടൻ ഷൗക്കത്ത്, നമ്പർ 3 KP നൗഷാദ് അലി. അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ ആരെങ്കിലും LDFിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുക എന്ന് പറയുന്ന പാലക്കാടൻ ശൈലി ഒരുപക്ഷെ ഇപ്പോൾ നിലമ്പൂരിൻ്റെ കാടുകളിലും CPM
പരീക്ഷിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നില്ല. സുരേന്ദ്രൻ്റെ BJPയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ BJPയിലേക്കുള്ള ദിവസങ്ങൾ വളരെ കുറവാണെങ്കിലും മറ്റൊന്നും BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ ഇടയില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറയുന്നു. തീർച്ചയായിട്ടും നിലമ്പൂരിൻ്റെ ജനാധിപത്യം ആർക്കൊപ്പം എന്നുള്ളത് വരും ദിവസങ്ങൾ വളരെ ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും. ഇന്നത്തേക്ക് ഈ ഒരു ചർച്ചയിൽ നിന്ന് വിടവാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം രാജ്മോഹൻ ആൻഡ് ബാലകൃഷ്ണൻ.